ഹലോ ഗെയ്സ്, നമ്മൾ ലാസ്റ്റ് ഐലൻഡ് ഓഫ് സർവൈവൽ പറഞ്ഞ ഗെയിം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഗെയിം ചിലവർക്കൊക്കെ അറിയുണ്ടാവും. ഒരു സർവൈവൽ മൾട്ടിപ്ലെയർ ഗെയിമാണ്. നമുക്കിത് ടീമേറ്റ് ഫ്രണ്ട്സിനായിട്ട് കളിക്കാനും പറ്റും. പിന്നെ നമ്മളെ ഓപ്പണൻ്റ് ആയിട്ട് എനിമീസായിട്ട് വരിക റിയൽ പ്ലേയേഴ്സ് ഉണ്ടാവും, ഓൺലൈൻ പ്ലേയേഴ്സ് ഉണ്ടാവും. പിന്നെ ഇത് ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയും, നമുക്ക് ഒരുമിച്ച് കളിക്കുക. ഒരു 3 പേരും കൂടി സെറ്റ് ചെയ്യണമെങ്കിൽ സ്ക്വാഡായിട്ട് കളിക്കാം. പിന്നെ ഇത് സ്ക്വാഡായിട്ട് കളിക്കുകയാണെങ്കിൽ വൈബാവും. അപ്പോൾ ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയും. നമ്മൾ ഈ സൈഡിലായിട്ട് ബേസ് വെക്കാൻ ഉദ്ദേശിച്ച് ഞാൻ ഡെഡായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്ന നോക്കിയിരുന്ന ആ ടൈമിലാണ് ഇവിടെ എന്ന് വെച്ചാൽ ഡെഡായിട്ട് ഈ ചിപ്പുകളുണ്ട്, ഗ്രീൻ ചിപ്പ് ബ്ലൂ ചിപ്പൊക്കെ. അപ്പോൾ ഗ്രീൻ ചിപ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബ്ലൂ ചിപ്പ് ഉണ്ട്. റയറായിട്ടേ വരാറുള്ളൂ. അത് നമുക്ക് എടുക്കണം. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാൻ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും എനിമി ഉണ്ടാവും. ഗ്യാസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഗ്രീൻ ചിപ്പും പിന്നെ റേഡിയേഷൻ മാസ്കും ലെവൽ 1 അവിടുന്ന് കിട്ടുക. പിന്നെ ഒരു ഇതും വേണം, ഒരു വയർ പോലത്തെ സാധനം. അതുണ്ടെങ്കിൽ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ തന്നെ എടുക്കുക, അല്ലെങ്കിൽ പിന്നെ എനിമീസ് എടുത്തുണ്ടോ. പിന്നെ കുറച്ച് റയറാണ്, ലക്കിന് കിട്ടിയതാണ്. ഗ്യാസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമ്മളെ സോംബീസിനല്ല ആകെ ഒരു വടി മാത്രമേ ഉള്ളൂ. ഇത് ഏറ്റവും വേഗം ചാവുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റേഡിയേഷൻ മാസ്കും വേണം, പിന്നെ ആ വയറും വേണം, പിന്നെ ഇത് വേണം, ആ ചിപ്പും വേണം, ഗ്രീൻ ചിപ്പിൻ്റെ ഉള്ളിൽ നിന്ന് റയറായിട്ട് ബ്ലൂ ചിപ്പ് കിട്ടുക. ബ്ലൂ ചിപ്പിൽ നിന്ന് അതിനെക്കാട്ടി റയറായിട്ട് പർപ്പിൾ കിട്ടുക. പർപ്പിളിൽ നിന്നാണ് കൂടുതൽ സാധനങ്ങൾ കിട്ടുക. ഈ ഗണ്ണും ഈ ഗണ്ണിൻ്റെ ബ്ലൂ പ്രിൻറ്റും അങ്ങനെ കുറേ സാധനങ്ങൾ അതിന് കിട്ടും. ഒരു സോംബിനായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിൽ വയറുണ്ട്, മറ്റേ തുറക്കണമെങ്കിൽ വയറ് വേണം. സോംബിനെ തീർത്ത് ജസ്റ്റ് മിസ്. 36 HP കൂടി ഉള്ളൂ. ചിപ്പ് ഇതാണ് ഗ്രീൻ ചിപ്പ് പറയണത്. ഇനി ഒരു മാസ്ക് വേണം. മാസ്കും കൂടി കിട്ടിയാൽ അങ്ങോട്ട് പോവാം. അതിൻ്റെ ഉള്ളിൽ കാരണം ഇനി മാസ്ക് വേണം. അതിൻ്റെ ഉള്ളിൽ മാസ്ക് ഉണ്ടാവും, ഈ പെട്ടിയുടെ ഉള്ളിൽ മാസ്ക് ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ ഇല്ല. ഇവിടെ എവിടെയെങ്കിലും ഒരു പെട്ടിയും കൂടി കാണണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ മാസ്ക് കിട്ടാറില്ല. ചിലപ്പോൾ ആരെങ്കിലും ലൂട്ടിക്കൊണ്ടുണ്ടാവും, അല്ലെങ്കിൽ കിട്ടും. ഈ പെട്ടി ലൂട്ടിയിട്ട് കാര്യമില്ല. ഇത് മറ്റേ ഫുഡിൻ്റെ പെട്ടി. ഇതൊന്നും വലിയ ഉപയോഗമൊന്നും ഇല്ലായിട്ട്. ഒരു പെട്ടി കൂടി ഇവിടെ കാണേണ്ടതാണ്. അതാ അവിടെ ഒരു പെട്ടിയുണ്ട്. നമുക്ക് മാസ്ക് കിട്ടിയിട്ടുണ്ട്, റേഡിയേഷൻ മാസ്ക്. ലെവൽ 1 ലെവൽ 2 വരെ ഉള്ളത്. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ വീഡിയോ നല്ല ലോങ് ആവും. അതാണ് റേഡിയേഷൻ വയറ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഇതെടുത്ത് ഫ്യൂവലും എടുത്ത്. പിന്നെ മാസ്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ചിപ്പ്, ഗ്രീൻ ചിപ്പ്. ഇനി ആരെങ്കിലും എടുത്തോണ്ടാണ്, വലിയ തൊട്ടായിട്ടില്ലാന്ന് തോന്നണം. നോക്കി നോക്കാം. അവിടെ എത്താൻ നേരത്തെ മാപ്പിൽ കാണിക്കുക. ഇല്ല, എടുത്തിട്ടില്ല. അവിടെ ഉണ്ട്. ആരും കണ്ടിട്ടില്ല തോന്നണം, അല്ലെങ്കിൽ എപ്പോഴും എടുത്തോണ്ട വേണ്ടിയതാ. ഇപ്പം അതൊക്കെ അധികം ആൾക്കാർ വരില്ല എന്ന് തോന്നുന്നത്. ഞാൻ കളിച്ചിട്ടുണ്ട് ഇടയ്ക്ക് 2-3 വട്ടം ഞാൻ കളിച്ചിട്ടുണ്ട് ഇത്. ഞാൻ എപ്പോൾ കളിച്ചാലും ലാസ്റ്റ് ടൈം ആകുമ്പോൾ എൻ്റെ പൈസ ആരെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടോ. അതാണ് എനിക്കിത് കളിക്കാനൊരിത്. ടീമായിട്ട് കളിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പൈസ പിന്നെ സ്റ്റീലൊക്കെ ആക്കാം. ടീമേറ്റ് ഒക്കെ ഉണ്ടാവില്ല, കുറേ ഗ്രൈൻഡ് ചെയ്ത് ഫുള്ള് സെറ്റാക്കുക, വലിയ പൈസ ആക്കാം. അപ്പോൾ അവർക്ക് അത്ര വേഗമൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. ഇത് ലൂട്ടിയിട്ടില്ല. ഓക്കെ, നമുക്ക് ബ്ലൂ ചിപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാം ലൂട്ടാണ്ട് എടുക്കാം. അത് കുറച്ച് ആവശ്യമില്ലാത്തൊക്കെ ഉണ്ട്. അത് നോക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടന്നിട്ടാവും. ഇതിൻ്റെ ഉള്ളിൽ റേഡിയേഷൻ നല്ലതുണ്ട്. ഈ റൂമിൻ്റെ അവിടെ എത്തിയ റേഡിയേഷൻ മാസ്ക് ലെവൽ 3 വേണം. പക്ഷേ ഈ ഗെയിമിൽ ലെവൽ 3 മാസ്ക് ഇല്ല. SMG കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഒരു SMG കിട്ടി. ഞാൻ മറ്റേ ആ ഗ്യാസ് സ്റ്റേഷനിലേക്ക് പോണ വഴിക്ക് ഒരു പെട്ടി പറഞ്ഞപ്പോൾ അതിനൊരു SMG കിട്ടിയിട്ടാണ്. 2 SMG കിട്ടി. ആവശ്യം വരും, SMG എന്തായാലും ആവശ്യം വരും. ഇനി ഇവിടെ നിന്ന് തന്നെ മറ്റേ ലെവൽ 2 മാസ്ക് കിട്ടും നമുക്ക്. അതിവിടെ ഉണ്ടാകുന്ന അറിയില്ല. വെയിറ്റ്, ഞാൻ ഈ ആർമറും ഇതൊക്കെ സെറ്റാക്കി ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. 100 HP ആർമറൊക്കെ ഇട്ടപ്പോൾ. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ബിൽഡിങ് ഈ ബിൽഡിങ്ങിൻ്റെ മേലതാ, അതിലാണ് മറ്റേ ലെവൽ 2 മാസ്ക് ഉണ്ടാവുക. ഇനി എന്തായാലും നമ്മൾ ഡെഡായി പോകാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്ലൂ ചിപ്പ് പോവും. അപ്പം ഇനി നടന്നിട്ട് തന്നെ ഇവിടെ എങ്ങനെയും എന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ബേസ് വെക്കേണ്ടി വരും. അത്രയും ലോങ് ഇനി നടക്കേണ്ടി. അവിടെ തന്നെ വെക്കണമെന്നില്ല, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും എവിടെയെങ്കിലും സെൻറ്ററിൽ വെക്കിയത്. ഈ എഡ്ജിലൊക്കെ ആയിട്ട് വെക്കണം. സെൻറ്ററിൽ വെച്ചാൽ വേഗം എനിമീസ് കാണും. ഞാൻ കൂടുതൽ എഡ്ജിലാണ് വെക്കാറ്. പിന്നെ ഞാൻ കുറേ വീഡിയോ കാണുന്നുണ്ടായിരുന്നു, അവരൊക്കെ എഡ്ജിൽ തന്നെ വെച്ചത്.
ഈ എന്ന് വെച്ചാൽ മാപ്പിൻ്റെ മൂലഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെയാണ് അവർ വെച്ചത്, ബേസൊക്കെ വെച്ചത്. ഇതിൻ്റെ മേലെ ഒരു പെട്ടി കൂടി ഉണ്ടായി. ഈ പെട്ടിയിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. അതെന്താ സംഭവം എന്നൊക്കെ അറിയില്ല എനിക്ക്. ഞാനിപ്പോൾ ഈ സ്ഥലത്തേക്ക് എപ്പോൾ വരുമ്പോൾ ഇവിടെ ഒരു പെട്ടി ഉണ്ടാവും, അത് തുറന്നാൽ എപ്പോഴും അത് കിട്ടും. എനിക്ക് ഇതിൻ്റെ മേലെയാണ് ഇതുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ലെവൽ 2 ഞാൻ പറയില്ല, ലെവൽ 2 മാസ്ക് കിട്ടും. ഞാൻ എപ്പോഴും വന്ന് എടുക്കാറില്ല. പക്ഷേ ഇത് ഒരു ടൈമിലാണ് തോന്നുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പോണാൻ വെച്ച് തോന്നുന്നു. ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം വീണ്ടും സ്പോണാവും. ഇനി ഇങ്ങോട്ട് വന്നാൽ ചിലപ്പം കിട്ടുള്ളൂ, ചിലപ്പോൾ എനിമീസ് എടുത്തുണ്ടാവും. ഇനി ആ ബ്ലൂ ചിപ്പ് ഉണ്ടല്ലോ, അത് തുറന്നാൽ റയറായിട്ട് മറ്റേ ഇത് കിട്ടും, പർപ്പിൾ ചിപ്പ്. ഞാൻ ബേസിക്ക് പോകുമ്പോഴാ ബാക്കിൽ നോക്കിയത്, ബാക്കിൽ കൂടെ ഒരു കരടി ഓടിയായിരുന്നു. അപ്പം അതിനെ കൊല്ലാനൊന്നും പറ്റില്ല, അതിനുള്ള വെപ്പണൊന്നും നമ്മളെത്തില്ല. ആയിട്ടുള്ള SMG, അതിനാണെങ്കിൽ 10 ബുള്ളറ്റാണുള്ളത്, ഏറ്റൊന്നും അതിനെ കൊല്ലാൻ പറ്റൂല. അതിനൊരു ഇതുണ്ട്, ബോർഡർ ഉണ്ട്. ആ ബോർഡറിൻ്റെ അവിടെ എത്തില്ലെങ്കിൽ തിരിച്ച് അതിൻ്റെ സ്ഥലത്തേക്ക് തന്നെ പോകും. ഈ ഗെയിമിലുള്ള എല്ലാ മൃഗങ്ങളും അങ്ങനെ ഒരു ബോർഡർ ഉണ്ട്. ആ ബോർഡർ എത്തിയാൽ തിരിച്ച് അതിൻ്റെ പൈസയ്ക്ക് പോകും. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ എല്ലാവരും എന്നുവെച്ചാൽ വേറെ പൈസ കിട്ടിയ അപ്പോൾ ഇവിടെ നിന്നൊരു ബൈക്ക് കിട്ടി. തലക്കാരൻ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മളെ സ്ഥലത്തേക്ക് പോവുക. ഞാൻ ഇത് നോക്കി, റോഡിൻ്റെ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമോ നോക്കി, പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. ഇവന്മാരെടുത്ത് കൊടുത്തിരിക്കുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കിട്ടി. അത് മതി. നമുക്ക് കുറച്ചങ്ങോട്ട് പോകണം, വേറെ എവിടെയെങ്കിലും പൈസ വെക്കാം. ഇവിടെ പൈസ വെച്ചിട്ട് കാര്യം. ഞാൻ സ്ഥലം മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് അവിടെ മഞ്ഞ ടിക്കണ്ട മാപ്പിൽ, അവിടെ പോയിട്ട് പൈസ ഒക്കെ ചേട്ടാ. ഈ വഴി ഇങ്ങനത്തെ ബൈക്കാ കാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യമുള്ളൂ, അല്ലെങ്കിൽ കുറേ പോകണം. നടക്കണമെങ്കിൽ എത്ര നടക്കണം വെച്ചിട്ടാ, വെറുതെ ടൈം വേസ്റ്റ് ആവുള്ളൂ. പിന്നെ സൈക്കിളും കുതിരയൊക്കെ ഉണ്ട്, അതും വലിയ സ്പീഡൊന്നും ഇല്ല. അതിന് സ്പീഡ് ഈ ബൈക്കും ഇതൊക്കെ കാറൊക്കെ തന്നെ. ഞാൻ ഇതിൻ്റെ മേലായിട്ടാണ് ബേസ് വെക്കാൻ ഉദ്ദേശിച്ചത്. മേല ഇതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ചങ്ങോട്ട് പോയൊരു സ്ഥലം കാണാൻ. ഇവിടെ ഇതിൻ്റെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഈ മലയുടെ മേലെ കയറ്റി. ഇവിടെ അല്ല, വേറെ സ്ഥലത്ത് കുറച്ചും കൂടി പോകാണ്ട് അങ്ങോട്ട്, കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് പൈസ വെക്കാം. ഇവിടെ പൈസ വെക്കാൻ പറ്റുമോ അറിയില്ല, കാരണം ഈ സ്ഥലത്ത് പൈസ വെക്കാൻ പറ്റാത്ത സ്ഥലമാണ്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഈ ബീച്ചിൻ്റെ സൈഡായിക്കൊണ്ടേ എന്താ അവിടെ ഒരു ഇത്, ഞാനതൊരു കാണാത്തൊരു ബോക്സ് പോലത്തെ എന്താ സാധനം, പുതിയ അപ്ഡേറ്റ് വന്നാൽ തോന്നണേ. എന്തൊരു ബോക്സ് ഇത്, ഡൗൺലോഡ് ആക്കാത്തതുകൊണ്ട് എങ്ങനെയാണ് വരുന്നത്? ഈ ബോക്സ് ഡൗൺലോഡ് ആക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ബോക്സ് കാണിക്കും. ഇതൊക്കെ സംഭവം മനസ്സിലാണ്. വെടിയൊക്കെ ഡാമേജ് ഒക്കെ കയറുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഞാൻ വല്ല ലൂട്ട് ബോക്സാ എന്തെങ്കിലും വിചാരിച്ചു. ലൂട്ട് ബോക്സ് എങ്ങനെയാണെങ്കിൽ അടിച്ചും പറ്റി പോയി വിചാരിച്ചു. നമുക്ക് നമ്മളെ സ്ഥലത്തേക്ക് പോവാം. കുറച്ച് ഉണ്ടെങ്കിൽ വെച്ചാൽ ഇന്ത്യൻ ടൈം ഒരു 5:30 ആയിട്ടുണ്ടെങ്കിൽ ഈ ബേസ് പൊട്ടിക്കുന്ന ടൈമാവും. അതുവരെ ബേസ് പൊട്ടിക്കാൻ പറ്റൂല. 5:30 മുതൽ എത്ര നൈറ്റ് 12 മണി വരെ കേട്ടോ ബേസ് പൊട്ടിക്കുന്ന ടൈമാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോണേജെങ്കിലും ആക്കി വെക്കണം, അല്ലെങ്കിൽ എനിമീസ് ബേസും കൊണ്ട് പോകും. ഞാൻ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് നോക്കി ബേസ് ഒക്കെ ഇതിൻ്റെ മേലായിട്ട് അവിടെ ഓൾറെഡി ആരോ ബേസ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇന്നലെ കയറുകയാണെങ്കിൽ ചിലപ്പോൾ ഇതാക്കിയത് വെച്ചാൽ 14 ദിവസം ഉണ്ടാവും. ഞാൻ 13 ദിവസം ആകുമ്പോഴാണ് കയറിയത്. ഒരു ദിവസം വിട്ട്, ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കയറിയത്. ഇവിടെ ഓൾറെഡി ആരോ ബേസ് വെച്ച്, നല്ല ഏരിയന്ന് വെച്ചാൽ ക്ലിയർ സ്ട്രെയിറ്റ് ഏരിയന്ന്. ഇവിടെ ബേസ് വെക്കുകയാണെങ്കിൽ കുറച്ച് വലിയ ബേസ് വെക്കാൻ പറ്റും. ഇനി ഇവിടെ പൈസ കാണില്ല, ഇവിടെ അടുത്ത് തന്നെ പൈസ വെക്കായിരുന്നു, പക്ഷെ ഇനി കാര്യമില്ല, അവിടെ പൈസ വെച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഓൻ്റെ നല്ല വല്ല ബോംബ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ പൈസ കൊണ്ട് നമ്മളെ പൈസ അവരെടുത്തുണ്ടോ, വെറുതെ ഫ്രീ ലൂട്ട് കൊടുത്ത പോലെ. നമുക്ക് ഇതിൻ്റെ മേലായിട്ട് പൈസ വെക്കാം. അടിയിൽ മേലെ ഒക്കെ ഇല്ല, എന്നാലും നല്ലത് തോന്നുന്നു. ഇവിടെ എവിടെയെങ്കിലുമായിട്ട് നമുക്ക് പൈസ സെറ്റാക്കാം.
അല്ലെങ്കിൽ വേണ്ട, ബേസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സെറ്റാക്കാം. ഈ ബൈക്ക് ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചേക്കാം. ഇപ്പം തന്നെ കുറേ വീഡിയോ ലോങ്ങായി. ഇനി എഡിറ്റ് ചെയ്ത് ചെറുതാക്കി ഒരു 10-12 മിനിറ്റിൻ്റെ വീഡിയോ ആക്കണം. അപ്പം ഇനി ബേസ് വെക്കണ ഈ എപ്പിസോഡിൽ സെറ്റാക്കാനില്ല. ബേസ് ഉണ്ടാക്കണ ഞാൻ അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ വീഡിയോ ആണെങ്കിൽ. ഈ വീഡിയോ ഇത്രയുള്ള. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.